ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ബാംഗ്ലൂരിലെ ബനാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് പാർക്കിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ചാർജ് വരുന്നത് 50 രൂപയാണ്. ഇതാണ് നമ്മൾ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ്. പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഷോപ്പുകൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വേണ്ട പല സ്നാക്സുകളും ഗിഫ്റ്റ് ഐറ്റംസൊക്കെ കിട്ടുന്ന പല കടകളും ഉണ്ട്. ഈ പാർക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചുറ്റും മരങ്ങളാണ്. അതിന് താഴെ ഇരിക്കാൻ വേണ്ടി ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുഡൊക്കെ വാങ്ങി അവിടുന്ന് കഴിക്കാൻ പറ്റും. ഞങ്ങളങ്ങനെ നടന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഞങ്ങൾ ജംഗിൾ സഫാരീൻ്റെ ടിക്കറ്റാണ് എടുത്തത്. അതിൽ സൂ കൂടി ഇൻക്ലൂഡഡ് ആണ്. 400 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അത് വീക്കെൻഡിലെ ചാർജാണ്. ഇനിയിപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ ചാർജ് ഇതിലും കുറവാണ്. ഈ പാർക്കിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് ബട്ടർഫ്ലൈ പാർക്ക്. അതിന് 50 രൂപയാണ് ചാർജ്. അതും വീക്കെൻഡിലെ ചാർജാണ്. ഇതിൽ ടിക്കറ്റിൻ്റെ ചാർജസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിലവർ ഇങ്ങനെയും ടിക്കറ്റ് എടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സഫാരിക്ക് ജംഗിൾ സഫാരിക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വേണം സൂവിലേക്ക് പോകാൻ. ഇവിടെയാണ് നമ്മളെ ബസ് വരിക. ഞങ്ങൾ നോൺ AC ബസ്സാണ് എടുത്തത്. AC ബസ്സും ഉണ്ട്. അതിൻ്റെ അനുസരിച്ച് നമ്മളെ ടിക്കറ്റ് ചാർജ് മാറും. ഒരു ചെറിയ ക്യൂ ആണ്, അത് വേഗം തന്നെ നീങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. ഞങ്ങൾ ബസ് വന്നു. ഞങ്ങൾ ഫസ്റ്റുള്ള സീറ്റിൽ തന്നെയാണ് കയറിയിരുന്നത്. ഇവിടെ ഒരുപാട് ബസ്സുകളുണ്ട്. എല്ലാ ബസ്സുകളും ഇങ്ങനെ ഇതുപോലെ ഗ്രില്ലിട്ടിട്ടിരിക്കുകയാണ്. അത് ആനിമലിനെ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തതാണ് ഇവർ. ഇവിടെയാണ് ബട്ടർഫ്ലൈ പാർക്ക് വരുന്നത്. കുറേ ആൾക്കാരുണ്ട് അവിടെ. ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞങ്ങൾ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ച് ഞങ്ങളെ സീറ്റ് മാറി. ഞങ്ങളിപ്പോൾ മുന്നിലാണുള്ളത്. ഇവിടെ നല്ല വ്യൂ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടത് മാനിനെയാണ്. ഒരു കൂട്ടം മാനുകളുണ്ട് അവിടെ. അവരിങ്ങനെ വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവിടെ പുല്ല് കുറേ ഇട്ട് വെച്ചിട്ടുണ്ട്. അവരതൊക്കെ തിന്ന് ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മാനിനെയൊക്കെ കണ്ട് പിന്നെയും ഞങ്ങൾ സഫാരി തുടരുക. അടുത്തത് ഞങ്ങൾ കണ്ടത് ആനേനെയാണ്. ഇവിടെ ഒരൊറ്റ ആനയേ ഉള്ളൂ. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി ആനകളുണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോഴാണ് ആ വെള്ളത്തിൽ ഞങ്ങൾ കുറച്ച് ആനകളെ കണ്ടത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കാണാം. ഇവിടെ ഉണ്ട് ഒരു കൂട്ടം ആനകളുണ്ട്. അവരും ഇതുപോലെ പുല്ല് തിന്നുകയാണ്. അതിലൊരു ആന പുല്ലൊക്കെ തലയിൽ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ ഇടയിൽ ഒരു ചെറിയൊരു ആനക്കുട്ടിയുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വെള്ളത്തിലുള്ള ആനകൾ. അവർ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങ് കരയിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഞങ്ങൾ ആനയൊക്കെ കണ്ട് പിന്നെയും ഞങ്ങൾ സഫാരി തുടരുക. ഇവിടെ 2 ഗേറ്റുകളാണുള്ളത്. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അടുത്തത് കരടിയാണുള്ളത്. അപ്പോൾ അത് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ഗേറ്റുകൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബസ് ഉള്ളിലേക്ക് കയറി അപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ആ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നെക്സ്റ്റ് ഗേറ്റ്. ഞങ്ങളങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ റോഡിൻ്റെ നടുവിലായിട്ട് ഞങ്ങൾക്ക് കരടീനെ കാണാനായി.
ഈ ഗേറ്റ് കഴിഞ്ഞ് അടുത്ത വരുന്ന ആനിമൽ ലയണാണ്. ഇത് ലയണിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഓരോ സെക്ഷനായിട്ടാണ് ആനിമൽസിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഹെർബിവോറസ് സെക്ഷനാണ്. അതിലാണ് നമ്മൾ മാനിനെയും ആനയെയും കണ്ടത്. അടുത്ത സെക്ഷനിലാണ് നമ്മൾ കരടീനെ കണ്ടത്. ഇത് ലയണിൻ്റെ സെക്ഷനാണ്. ഞങ്ങൾക്ക് ലയണസിനെ വളരെ അടുത്ത് തന്നെ കാണാനായി. പക്ഷെ അവർ തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാനായി. അപ്പോൾ കുറച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോൾ ഞങ്ങളെ ഫേസ് ചെയ്തിട്ട് തന്നെ ഒരു ലയണസ് ഉണ്ട്. ഈ ലയണസിനെ കണ്ടതും കുട്ടികളൊക്കെ ഫുള്ള് ബഹളമായി. അപ്പോൾ എന്നിട്ടും ആ ലയണസിന് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെ ഇരിക്കുകയാണ് അവിടെ തന്നെ. കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ ഞങ്ങൾ കണ്ട ലയണാണിത്. ലയണസിനെ പോലെ തന്നെ ഇതും നേരെ തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഫേസ് കാണാൻ പറ്റിയില്ല. ശബ്ദം ഉണ്ടാക്കി തിരിഞ്ഞു നോക്കുമെന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരും പല പല സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടും സിംഹം അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അതാണ് ടൈഗറിൻ്റെ സെക്ഷൻ. ഞങ്ങൾ ഈ ടൈഗറിൻ്റെ സെക്ഷനിൽ കുറച്ച് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടൈഗറിനെ കാണാനായി. ഞങ്ങളുടെ വണ്ടീൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് ഈ ടൈഗർ നടക്കുന്നത്. ഇങ്ങനൊരു വണ്ടി ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് അത് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ടൈഗറിൻ്റെ. ഞങ്ങളെ വണ്ടീൻ്റെ തൊട്ട് മുന്നിലുള്ള ജീപ്പിൻ്റെ ബാക്കിലായിട്ട് ടൈഗർ അറ്റാക്ക് ചെയ്തതിൻ്റെ അടയാളങ്ങളുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഡ്രൈവർ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പോയപ്പോൾ അവിടെ ഒരു വൈറ്റ് ടൈഗറിനെയും കണ്ടു. അത് ഇതുപോലെ തന്നെ കിടക്കുകയാണ്, ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നൊന്നുമില്ല. കുറേ സമയം ഞങ്ങൾ നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമെന്നൊക്കെ. പക്ഷേ അത് അതുപോലെ തന്നെ എണീറ്റ് അതുപോലെ തന്നെ അവിടെ തന്നെ തിരിഞ്ഞ് കിടന്നു. ഇതാണ് സഫാരീൻ്റെ ലാസ്റ്റ് സെക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മളെ സഫാരി അവസാനിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഒരു ടൈഗറിനെ കണ്ടത് അവിടെ സൈഡിലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതോടെ നമ്മൾ സഫാരി ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഗേറ്റ്. ഇത് ഞങ്ങൾ വന്ന വഴി കൂടിയല്ല തിരിച്ചു പോകുന്നത്. പക്ഷേ ഞങ്ങൾ എത്തുക നമ്മളെ ബസ് കയറി ആ സെയിം പ്ലേസിലേക്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത പോകുന്നത് സൂവിലേക്കാണ്. സൂവിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.